ഈ വരുന്ന ജൂലൈ 18 ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെയും ഏകദേശം തീരുമാനമായി. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ അതിനു വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് രീതികൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് SMK Xanadu. Grow along with SMK Xanadu. The best is yet to be. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഇന്ത്യൻ പൗരനായിരിക്കണം. 2, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുവാനുള്ള യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. ആരാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുവാൻ കഴിയുമോ? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അതായത് ജനങ്ങൾ ഒരിക്കലും നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആണ്. ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ. 2, തിരഞ്ഞെടുക്കപ്പെട്ട ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്റ്റേറ്റിൽ നിന്നുള്ള MLA-മാർ. 3, യൂണിയൻ ടെറിട്ടറീസ് ആയ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ. ഇവർ ചേരുന്ന ഇലക്ടറൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട MP-മാർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നോക്കേണ്ട ഒരു കാര്യം വോട്ടിംഗ് വാല്യൂ ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാരുടെ വോട്ടിംഗ് വാല്യൂ, ഒരു വോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 700 ആണ്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MLA-മാരുടെ വോട്ടിംഗ് വാല്യൂ അവിടുത്തെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വാല്യൂ ഉള്ളത് ഉത്തർപ്രദേശിനാണ്, 208. കേരളത്തിന് 152 ആണ്. ആരാണ് വിജയ് എന്ന് കണ്ടുപിടിക്കുന്നത്? അതൊരു ഈസിയായ പ്രോസസ് അല്ല. ഈ വോട്ടിംഗ് വാല്യൂ, MLA-മാരുടെയും MP-മാരുടെയും വോട്ടിംഗ് വാല്യൂ നമ്മൾ ആദ്യം നോക്കും. ആദ്യം നോക്കുമ്പോൾ അവിടെ നിന്ന് MP-മാരുടെയും MLA-മാരുടെയും വോട്ടിംഗ് വാല്യൂവിന്റെ ടോട്ടൽ എടുക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 10,98,903 ആണ്. അതിന്റെ 50% ഒരു വോട്ട് കൂടുതൽ കിട്ടുന്ന വ്യക്തി ആരാണോ അദ്ദേഹമായിരിക്കും വിജയായി പ്രഖ്യാപിക്കുന്നത്. 2ൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പ്രത്യേകം വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ വിജയിച്ചു വരുന്ന വ്യക്തി ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹം 5 വർഷമാണ് ഇന്ത്യൻ പ്രസിഡന്റായി തുടരുന്നത്. ഏതെങ്കിലും അവസരത്തിൽ റിസൈൻ ചെയ്യണമെന്ന് തോന്നിയാൽ റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. വൈസ് പ്രസിഡന്റിന്റെ ആബ്സെൻസിൽ അത് സബ്മിറ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടാണ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഇലക്ഷൻ പ്രോസസ്സാണ്. അത് നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. എന്റെ ഈ വീഡിയോയിലൂടെ പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.